നമ്മുടെ സാൻഡ്വിച്ച്, ഹെൽത്തി സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ചാണ്. ആ ഫ്രൈഡ് എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? അപ്പോൾ നമ്മൾ ബ്രെഡ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. ബ്രെഡ് കടകളിൽ വാങ്ങാൻ കിട്ടുമല്ലോ, കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എഗ്ഗിനെ ഫ്രൈഡ് ഒക്കെ ആക്കി വെക്കുക. ഫ്രൈഡ് നമ്മൾ സാധാരണ നമ്മുടെ ബുൾസി അടിക്കുന്നവർ 2 സൈഡും തിരിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിനു വേണ്ടി സോസ് ഉണ്ടാക്കുക. മയണൈസ്, എഗ്ലെസ് മയണൈസ് ആണ്. എഗ്ലെസ് മയണൈസിനകത്ത് മയണൈസ്, പിന്നെ കുറച്ച് ഹണി, പിന്നെ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്, പിന്നെ സോൾട്ട്, പെപ്പർ. അത് ക്വാണ്ടിറ്റി ഞാൻ എന്തായാലും റെസിപ്പിയിൽ പറയാം. അത് നമ്മൾ സോസായിട്ട് അത് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ആ സോസിനെ നമ്മളൊന്ന് ബ്രെഡിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കുംബർ, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലെറ്റ്യൂസും എടുത്ത് മാറ്റി വയ്ക്കുക, കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ക്ലീൻ ആയിട്ട്. ലെറ്റ്യൂസ് എല്ലാം നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ലെറ്റ്യൂസ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. പൊതുവെ ഇപ്പോൾ എല്ലാ കടകളിലും ലെറ്റ്യൂസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ അപ്ലൈ ചെയ്ത ബ്രെഡിൽ എന്തായാലും നമ്മുടെ സോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കുക്കുംബർ വെക്കുക. അതിൻ്റെ പുറത്ത് പിന്നെ നമ്മുടെ ഒരു കുറച്ച് സോസ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനുശേഷം വീണ്ടും നമ്മുടെ ഫ്രൈഡ് എഗ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ 2-3 പീസ് ടൊമാറ്റോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സോസ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ബ്രെഡിനെ നമുക്ക് തിരിച്ച് ഒരു പീസ് എടുത്ത് അടച്ചു വെച്ചിട്ട് 4 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ സെൻറ്ററിൽ ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടൊരു സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൽ തന്നെയാണത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.